ഹായ് ഫ്രണ്ട്സ്, R4Aയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് വളരെ വീക്കായതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വളരെ ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ത്രൂ ഔട്ട് ദ ഡേ നിഫ്റ്റി ആ ഓപ്പണിങ്ങിനെ മറികടന്നുകൊണ്ട് ഫോർവേഡ് മൂവ് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 22,600 എന്നുള്ള ഹൈ വരെ നിഫ്റ്റി ക്രോസ് ചെയ്തായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു 22,508 നിന്ന് ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഒടുവിൽ 22,552 ക്ലോസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ആ ഒരു നിലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ബുള്ളിഷ് മൊമെൻ്റ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ ആഘാതം എന്നതോണം 22,464 വരെ നിഫ്റ്റി താഴോട്ട് പോയിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു വലിയ റിക്കവറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒടുവിലൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെങ്കിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ നിലവിലുള്ള ക്യൂസിൽ കാര്യമായ ചേഞ്ചുകളോ ഒന്നും ഇല്ലാത്തതിനാലും അതുപോലെ നമ്മുടെ ട്രംപിൻ്റെ യു-ടേണുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കിയിട്ടുള്ള ശാന്തത കാരണവും വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ ടാർഗറ്റ് ഈ ഡിസംബർ അവസാനം എത്രയായിരിക്കും എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലീഡിംഗ് ബ്രോക്കറേജ് ഹൗസുകൾ അവരുടെ ടാർഗറ്റ് ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് അവർ നിഫ്റ്റിയുടെ ടാർഗറ്റ് ഡിസംബർ അവസാനമാകുമ്പോൾ 25,000 എന്നുള്ള ടാർഗറ്റാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനവർ കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ, ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളൊക്കെ അട്രാക്റ്റീവായിട്ടുള്ള വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിൽ വാല്യുവേഷൻ അത്ര അട്രാക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഡിസംബർ അവസാനമാകുമ്പോഴത്തേക്കും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടാവുക എന്നൊരു കാര്യം കൂടി ബാങ്ക് ഓഫ് അമേരിക്ക സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്നും ഏകദേശം ഒരു 11% ഒരു അപ്സൈഡ് മൂവ് മാത്രമാണ് ബാങ്ക് ഓഫ് അമേരിക്ക നൽകുന്നത് ഡിസംബർ അവസാനമാകുമ്പോഴത്തേക്കും. അപ്പോൾ അവർ പ്രധാനമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ടെലികോം, അതുപോലെ ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽസ്, എനർജി, IT, ഓട്ടോ പോലെയുള്ള സെക്ടേഴ്സാണ് ഒരു ഏർണിങ്സ് ഗ്രോത്തിന് സാധ്യതയുള്ള സെക്ടേഴ്സായിട്ട് അവർ കാണുന്നത്. അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ആ ഒരു റേറ്റ് കട്ട് അത് എക്കണോമിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നും ക്രെഡിറ്റ് ഗ്രോത്ത് വർദ്ധിക്കുമെന്നും ആ രീതിയിലുള്ള ഒരു നോർമൽ ഗ്രോത്ത് തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ ഉണ്ടാവും എന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക ഫൈനലായിട്ട് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ ആക്സിസ് സെക്യൂരിറ്റീസ് നോക്കുകയാണെങ്കിൽ അവർ 3 സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് അവരുടെ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഒന്ന്, മാർക്കറ്റിൽ ഒരു ബുൾ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റി 27,000 എന്ന ലെവൽ വരെ എത്തുമെന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ പ്രവചനം. അപ്പോൾ അത് 21 PE റേഷ്യോയിലേക്ക് നിഫ്റ്റി തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ആ ഒരു 27,000 ലെവൽ എത്തുക. അതല്ല, ഇപ്പോൾ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 24,600 എന്ന ലെവലിൽ മാത്രമായിരിക്കും നിഫ്റ്റി എത്തുക എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ പ്രവചനം. അതല്ല, ഒരു ബെയർ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവർ പറയുന്നത് അത് 22,000 എന്ന ലെവലിലേക്ക് നിഫ്റ്റി താഴെയുള്ള സാധ്യതയും അതിൻ്റെ താഴെ പോകാനുള്ള സാധ്യത ഇല്ല എന്നുമാണ് അവർ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു 17 എന്നുള്ള PEയിലേക്ക് നിഫ്റ്റി താഴോട്ടേക്ക് ബെയർ മാർക്കറ്റ് ആവുകയാണെങ്കിൽ വരുമെന്നാണ് അവർ പറയുന്നത്. ആ ഷോർട്ട് ടേമിൽ വലിയ റിസ്കുകൾ ഉണ്ടെങ്കിലും ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് ലാർജ് ക്യാപ്പ്, അതുപോലെ ക്വാളിറ്റി സ്റ്റോക്കുകൾ, ക്വാളിറ്റി മൊണോപ്പൊളി കമ്പനികൾ, മാർക്കറ്റ് ലീഡേഴ്സ് ഇവയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൈങ് സ്ട്രാറ്റജി ആയിരിക്കണം ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് അവർ ഉപദേശിക്കുന്നത്. ഇനി നൊമൂറ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബ്രോക്കറേജ് പറയുന്നത് നിഫ്റ്റിയുടെ ടാർഗറ്റ് 23,700 എന്നുള്ള ലെവലാണ്. അപ്പോൾ അവർ പറയുന്നത് നിഫ്റ്റിയുടെ ആ ഒരു ഗ്രോത്ത് ഒരു ആവറേജ് ഗ്രോത്ത് ആയിരിക്കും. അതായത് ഒന്നുകിൽ അത് -8 മുതൽ +9% വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നടക്കാൻ പോവുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം മാക്സിമം ഒരു 9% ഒരു അപ്സൈഡ് മൂവ് അതാണ് നൊമൂറ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനവർ പറയുന്ന കാരണം ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 19.4 എന്നുള്ള PE റേഷ്യോയിലാണ്. അപ്പോൾ ഈ ഒരു PE റേഷ്യോ ഒരു 1 ഇയർ ഫോർവേഡ് PEയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു PE റേഷ്യോയിലായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് അത് പ്രീ കോവിഡ് മാർക്കറ്റിൻ്റെ ആ ഒരു PE 16 to 19 എന്നുള്ള ആ ഒരു PE റേഷ്യോയിലേക്ക് നിഫ്റ്റി സൈഡ് വേസിലേക്ക് പോകും എന്നുള്ള ഒരു പ്രവചനമാണ് നൊമൂറ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിഫ്റ്റിയുടെ ടാർഗറ്റ് ഒരു 23,700 എന്ന ലെവലിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു ഡൊമസ്റ്റിക് ബ്രോക്കറേജ് ആയിട്ടുള്ള ഇൻക്രെഡ് ഇക്വിറ്റീസ് അവർ പറയുന്നത് നിഫ്റ്റിയുടെ ടാർഗറ്റ് ബുള്ളിഷ് ആയിരിക്കും, അത് 27,000 എന്നുള്ള ലെവലിൽ എത്തുമെന്നാണ്. അപ്പോൾ 27,000 ലെവൽ എത്തുക എന്ന് പറയുന്നത് നിലവിലുള്ള ലെവലിൽ നിന്ന് ഏകദേശം 21% ഒരു അപ്സൈഡ് മൂവാണ്. ഇത് മറ്റ് ബ്രോക്കറേജ് ഹൗസുകളൊന്നും പറയാത്തൊരു ടാർഗറ്റാണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഒരു ടൈം കറക്ഷൻ ഉണ്ടാവും എന്ന് അവർ പറയുന്നുണ്ട്. അത് 2025 ജൂണിന് ശേഷം
ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അവർ ഈ നിഫ്റ്റിയുടെ ഒരു ബുള്ളിഷ്നെസ് കാരണമായിട്ട് പറയുന്നത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിഫ്റ്റിയെ ഉയർത്തുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസുകൾ അവരുടെ നിഫ്റ്റി ടാർഗറ്റ് ഡിസംബർ അവസാനം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് 22,000 മുതൽ 27,000 വരെയുള്ള അതിനിടയിൽ മാത്രമാണ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ 27,000 എന്നുള്ളത് എക്സ്ട്രീം കേസാണ്, 22,000വും എക്സ്ട്രീം കേസാണ്. അപ്പോൾ 23, 25 എന്നുള്ള ലെവലാണ് കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു നിഫ്റ്റിയുടെ ടാർഗറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ തോതിൽ ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ട് വലിയ തോതിൽ ക്രാഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പേര് ജൻസോൾ എഞ്ചിനീയറിംഗ് എന്നാണ്. അൻമോൾ സിംഗ് ജഗ്ഗിയും അതുപോലെ പുനീത് സിംഗ് ജഗ്ഗിയും എന്ന് പറയുന്ന 2 ബ്രദേഴ്സ്, ഇവർ ചണ്ഡീഗഡ് ബേസ്ഡ് ആയിട്ട് ഈ 2 ബ്രദേഴ്സ് രൂപം കൊടുത്ത ഒരു കമ്പനിയാണ് ജൻസോൾ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ 2007 ഫോം ചെയ്ത ഈ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് വരുന്നത് 2012 ഇനി 2019 ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ അൻമോൾ സിംഗ് ജഗ്ഗി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറും. അതുപോലെ പുനീത് സിംഗ് ജഗ്ഗി ഇതിൻ്റെ ഫുൾ ടൈം ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഈ ജൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഈ സ്റ്റോക്ക് പ്രധാനമായിട്ടും സോളാർ കൺസൾട്ടിങ്ങും അതുപോലെ സോളാർ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, അപ്പോൾ ആ സോളാർ സെഗ്മെൻറ്റിലുള്ള ഒരു എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ജൻസോൾ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും 83 രൂപയായിരുന്നു. അന്ന് BSEയിൽ 2019 ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു SME കമ്പനി ആയിട്ടാണ് അല്ലെങ്കിൽ SME IPO ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോട്ട് സൈസ് ഉണ്ടായിരുന്നു. 1600 ഷെയറുകളുടെ ഒരു ലോട്ടായിരുന്നു. അത് 1,32,800 രൂപ ഉണ്ടെങ്കിലാണ് നമുക്കത് വാങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ 83 രൂപ മാത്രമായിരുന്നു അന്നത്തെ ആ ഒരു പ്രൈസ് റേഞ്ച്. അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് 1000-ന് മുകളിലേക്ക് വെറും ചെറിയ കാലങ്ങൾ കൊണ്ട് കുതിച്ചു പാഞ്ഞത്. ഇപ്പോൾ BSEയിൽ ആദ്യം ലിസ്റ്റ് ചെയ്ത ഈ കമ്പനി പിന്നീട് സെപ്റ്റംബർ 2023 NSEയിലും ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ NSEയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വമ്പിച്ച ഒരു മൂവ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ജൻസോൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു മാർക്കറ്റ് പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ അഥവാ EPC മേഖലയിലുള്ള ടോപ്പ് 10 പ്ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ജൻസോൾ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുകൂടാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള EPC പ്ലെയേഴ്സിൻ്റെ ഇടയിൽ ഇത് 5ാം സ്ഥാനത്തുള്ള ഒരു കമ്പനിയാണെന്ന് കാണാൻ പറ്റും. നല്ലൊരു മാർക്കറ്റ് പൊസിഷനുള്ള ഒരു കമ്പനി തന്നെയാണ് ജൻസോൾ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോളാർ ബിസിനസ് നിന്നാണ് 83% ഇവരുടെ വരുമാനം വരുന്നത്. അവിടെ സോളാർ മേഖലയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വർക്കുകളുണ്ട്, അതുപോലെ അതിൻ്റെ എക്സിക്യൂഷൻ, അതുപോലെ അതിൻ്റെ സ്കെയിലിംഗ്. ഇപ്പോൾ EPC പ്രൊജക്റ്റുകളുടെ കൺസൾട്ടേഷനും അതിൻ്റെ സ്കെയിലിങ്ങും ഇവർ ചെയ്യുന്നുണ്ട്. കൂടാതെ സോളാർ ട്രാക്കർ ടെക്നോളജി പോലെയുള്ള മേഖലകളിലും ഇവർ സജീവമാണ്. കൂടാതെ ബാറ്ററി എനർജി സ്റ്റോറേജ് സൊല്യൂഷൻ പോലെയുള്ള സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള A to Z ഫീൽഡുകളിൽ ഇവർ സജീവമാണ്. കൂടാതെ ഗ്രൗണ്ട് മൗണ്ടഡ് സോളാറും അതുപോലെ റൂഫ് ടോപ്പ് സോളാറും ഈ 2 പവർ പ്ലാന്റുകളും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവർക്കിപ്പോൾ ഏകദേശം 770 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പ്ലാന്റുകൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു കീ ക്ലയൻസിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആസ്ട്രൽ പൈപ്സ് ഉണ്ട്, ഗെയിൽ ഉണ്ട്, സാർദ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രിഡൻറ്റ് എനർജി ഉണ്ട്. ഇങ്ങനെ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനികളും ഇവരുടെ ക്ലയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ ഇവർ സോളാർ സെഗ്മെൻറ്റിൽ അവരുടെ ആ ഒരു ബിസിനസ് ഫുട് പ്രിൻറ്റ് ഇൻ്റർനാഷണലി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. UAEയിലും അതേപോലുള്ള മിഡിൽ ഈസ്റ്റ് റീജിയനിലും ഇവർക്ക് നല്ല ഓർഡർ ബുക്കുള്ള റോബസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ബുക്കുള്ള EPC പ്രോജക്റ്റുകളും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സോളാർ മേഖലയിലുള്ള ഇവരുടെ മേജർ റവന്യൂ കൂടാതെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട റവന്യൂ വരുന്നത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ലീസ് ബിസിനസ്സിലൂടെയാണ്. അവിടെ 17% റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് 2 വീലർ വെഹിക്കിൾസ്, അതുപോലെ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്, ബസ്സുകളുണ്ട്, അതുപോലെ 3 വീലർ കാർഗോ വെഹിക്കിളുകളുണ്ട്. 46ഓളം ഇന്ത്യൻ സിറ്റികളിലെ നെറ്റ്വർക്കുള്ള ഇവർ ഈ ഒരു മേഖലയിൽ ലീസ് ചെയ്തുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ പല ലോജിസ്റ്റിക് കമ്പനികൾക്കുമൊക്കെ ലീസ് ചെയ്തുകൊണ്ടും അതുപോലെ ഗവൺമെൻറ് കമ്പനികൾക്കും മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്കുമൊക്കെ ലീസ് ചെയ്തുകൊണ്ട് ഇവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ EV മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലും ഇവർക്ക് ബിസിനസ് ഉണ്ട്. ഇവർ പൂനെയിലെ ഇവരുടെ ഒരു പ്ലാന്റിൽ നിന്ന് ഏകദേശം 228 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇവർ 30,000 വെഹിക്കിൾ ആനുവലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള 2 ഡോർ 2 സീറ്റർ കാർ അത് ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അർബൻ ഇന്ത്യൻ യൂസേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഈ വെഹിക്കിളിന് ഓൾറെഡി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ്റെ അപ്രൂവലും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ 2024. അപ്പോൾ അതും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഇവരുടെ മൊത്തത്തിലൊരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 5025 കോടിയുടെ ഓർഡർ ബുക്ക് കാണാൻ പറ്റും. അതിൽ 93% സോളാർ മേഖലയിലുള്ള ഓർഡർ ബുക്കാണ്. കൂടാതെ 7% ഈ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ ലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ബുക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കമ്പനിയുടെ ബിസിനസ്സൊക്കെ വളരെ ശക്തമാണെങ്കിലും അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനി ആണെങ്കിലും ഈ കമ്പനിയെ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കടമാണ്. ഇപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 2.33 എന്നുള്ള ഹൈ ഡെറ്റ് കമ്പനി. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ ഡെറ്റ് 2.33 ആണ്. മാർച്ച് 2022 82 കോടി ഉണ്ടായിരുന്ന കടം മാർച്ച് 2023 ആകുമ്പോൾ 598 കോടിയായി ഉയർന്നു. മാർച്ച് 2024 1510 ഉയർന്നു. എന്നാൽ ഇവരുടെ റിസർവ് ആണെങ്കിൽ വെറും 551 കോടി മാത്രവും. അതുകൂടാതെ ഇതിന് പാരലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2022 മാർച്ചിൽ അത് 71% ഉണ്ടായിരുന്ന സ്ഥാനത്ത് മാർച്ച് 2023 64%, മാർച്ച് 24 അത് 62% നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ വളരെയധികം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം 81% ഇവരുടെ ഈ ഒരു ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ട് ഇവർ കടമെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ കടമെടുപ്പൊക്കെ വെറുതെ എടുത്ത കടമല്ല, തീർച്ചയായിട്ടും അത് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി തന്നെയാണ് ഇവർ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും അതുപോലെ സബ്സിഡിയറികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവരുടെ കടം വീട്ടാനും ഒക്കെയാണ് ഈ വീണ്ടും കടം എടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ കടം മെയിനായിട്ട് ഇനോർഗാനിക് ഗ്രോത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറയുന്നത് ഓർഗാനിക്കും ഉണ്ട് ഇനോർഗാനിക്കും ഉണ്ട്. ഏതൊരു ബിസിനസ്സിനായാലും അതിന് വളരാൻ ഒരു സമയം അനുവദിക്കണം. വളരെ പെട്ടെന്ന് ജമ്പ് ചെയ്ത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഗ്രസീവായിട്ട് അങ്ങനെ കടമെടുത്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് നമ്മൾ ഇനോർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ പല കമ്പനികളും അക്വിസിഷൻ നടത്തുന്നു, പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ ഈ കമ്പനി ഒരു കടത്തിലൂടെ ഇത്തരത്തിലുള്ള ഇനോർഗാനിക് ഗ്രോത്തിന് ശ്രമിച്ചതാണ് കമ്പനി ഇപ്പോൾ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നമ്മൾ CAGR വൈസ് നോക്കുകയാണെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പ്രോഫിറ്റ് ഗ്രോത്തും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതുപോലെ കമ്പനിയുടെ ഒരു ROE നോക്കുകയാണെങ്കിൽ അത് വളരെ ഗുഡാണ്. പക്ഷേ ROC നോക്കുകയാണെങ്കിൽ അത് ആവറേജ് ആണ്. കാരണം കടമുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ കടത്തിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കമ്പനിക്ക് കഴിയുന്നില്ല. അതുപോലെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് ഇയർ ഓൺ ഇയറിൽ മോശമല്ലായിരുന്നു, പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് വളരെ മോശമായിരുന്നു. -0.57% ഒരു ഡിപ്പ് സെയിൽസിലുണ്ടായി. പ്രോഫിറ്റിൽ -22% ഡിപ്പ് ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ വലിയൊരു ക്രാഷ് ഉണ്ടായി. നിലവിൽ പല മാക്രോ എക്കണോമിക് സ്ലോ ഡൗൺ കാരണവും ഏർണിങ്സ് കുറഞ്ഞത് കാരണവും എല്ലാ കമ്പനികളും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. പക്ഷേ ഈ സ്റ്റോക്ക് ഡൗൺ ആയിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ഹൈയിൽ നിന്ന് 70%. 1124 എന്ന ഹൈയിൽ നിന്നാണ് 70% ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ഒരു മാസത്തെ കറക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ അത് -56% ആണ്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ സ്റ്റോക്കിലെ ലോവർ സർക്യൂട്ടാണ്. 20% ലോവർ സർക്യൂട്ടിലേക്ക് ഈ സ്റ്റോക്ക് പോവുകയുണ്ടായി. അതിന് കാരണമായത് കെയർ റേറ്റിംഗ് ഏജൻസി ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് D റേറ്റിംഗ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ വാർത്ത പുറത്തു വന്നതോടുകൂടി പിന്നെയും 10% 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോവർ സർക്യൂട്ടിലേക്ക് സ്റ്റോക്ക് പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്ര വലിയൊരു ഇടിവ് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കെയർ റേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, റേറ്റിംഗ് ഏജൻസികളുണ്ട്. കമ്പനികൾക്ക് ഒരു ബാങ്ക് കടം കൊടുക്കണമെങ്കിൽ ആ കമ്പനിയുടെ റേറ്റിംഗ് സ്കോർ നോക്കും. അത് AAA ആണോ AA ആണോ തുടങ്ങിയ കാര്യങ്ങൾ. നമ്മൾ സിബിൽ സ്കോറൊക്കെ നോക്കുന്നത് പോലെയുള്ള കമ്പനികളുടെ സ്കോർ നോക്കുന്ന ഏർപ്പാടാണിത്. ഇത് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഏജൻസികളുണ്ട്. ക്രിസിൽ, അതുപോലെ കെയർ എഡ്ജ്, അതുപോലെ ഇക്ര പോലെയുള്ള പല ഏജൻസികളുണ്ട്. അപ്പോൾ ആ ഏജൻസികളാണ് ഇതിനെ റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ കെയർ എന്ന് പറയുന്ന ഏജൻസി ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്തപ്പോൾ ഇക്രയും അതിനെ ഡൗൺഗ്രേഡ് ചെയ്തു. ഇക്ര ഡൗൺഗ്രേഡ് ചെയ്തു എന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് ഇവർ ഫോൾസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി ഈ സ്റ്റോക്കിൽ വമ്പിച്ചൊരു ക്രാഷാണ് ഉണ്ടായത്. ഇപ്പോൾ 300 രൂപ റേഞ്ചിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 1124 ലെവലുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് ഇത്, നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവരുടെ അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള സോളാർ പ്ലാന്റ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എടുത്ത കടം അത് റീപേയ്മെൻറ്റ് ചെയ്യാൻ ഇവർ 30 ദിവസം ഡിലേ ആക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിപ്പോൾ 60 ദിവസമായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി അതായത് ഇരേഡ പറയുന്നുണ്ട്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ഇവർക്ക് വലിയ കടം കൊടുത്തുള്ളത് ഇരേഡയാണ്. കാരണം ഇന്ത്യൻ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള കമ്പനികൾക്ക് കടം കൊടുക്കുന്ന ഏജൻസിയാണ് ഇരേഡ. അപ്പോൾ അവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലെൻഡേഴ്സ്. അവർക്ക് ഈ തരത്തിലുള്ള 60 ദിവസത്തെ ഡിഫോൾട്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ആക്സിസ് ബാങ്ക്, അതുപോലെ ടാറ്റ ഫൈനാൻസ്, ഇങ്ങനെ പല കമ്പനികളും, HDFC ബാങ്ക് അടക്കം പല കമ്പനികളും ഇവർക്ക് കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടം കൊടുത്തവരുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഡിഗ്രേഡിങ് ഈ ക്രെഡിറ്റ് ഏജൻസികൾ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ബാങ്കുകൾ ഇവരുടെ ഡെറ്റിൻ്റെ ആ ഒരു പൊസിഷൻ ഒന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഷെയറുകൾ ഈ കമ്പനി ചിലപ്പോൾ പ്ലഡ്ജ് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ ഡെപ്റ്റ് ഇവർക്ക് വലിയൊരു തലവേദനയായി മാറുകയും ചെയ്യും. എന്നാൽ ഇവരുടെ ചെയർമാനും എം ഡിയുമായിട്ടുള്ള അൻമോൾ സിംഗ് ജഗ്ഗി കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അവർ അത്തരത്തിലുള്ള ഫോൾസിഫൈഡ് ഡോക്യുമെൻ്റ് ഒന്നും സമർപ്പിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ഈ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിലേ അതിന് കാരണമായത് ചില ലിക്വിഡിറ്റി മിസ്മാച്ച് ആണെന്നും അത് നമ്മളുടെ ചില പ്രൊജക്റ്റുകൾ ഡിലേ ആയതുകൊണ്ട് സംഭവിച്ചതാണെന്നും ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കുമെന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്നത് 7,000 കോടിയുടെ ഒരു കറണ്ട് ഓർഡർ ബുക്ക് ഇവരുടെ കയ്യിലുണ്ട്, അത് ഏകദേശം 18 മാസം കൊണ്ട് പൂർത്തിയാകും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു റീപേയ്മെൻറ്റ് ഇവർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. കൂടാതെ ഇന്നവർ ചീഫ് ഫൈനാൻസിങ് ഓഫീസറെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ഒരു ഫൈനാൻസ് ഓഫീസറെ വെച്ചതായിട്ട് നമുക്ക് അവരുടെ കോർപ്പറേറ്റ് ഫയലിങ്ങിൽ കാണാൻ പറ്റും. അപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഇത്തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ബേർഷായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വലിയ കടമുള്ള കമ്പനികളിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈ കമ്പനി ഇനിയൊരു ഇവരുടെ കടമൊക്കെ വീട്ടി ആ ഒരു ഡെപ്റ്റ് പൊസിഷനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.